തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി തീർക്കുവാനും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അല്ലാഹുവിനെ കണ്ടുമുട്ടി സന്തോഷത്തോടു കൂടി കലിമ ചൊല്ലി സ്വർഗത്തിലെത്തുന്ന സാലിഹീങ്ങളുടെ മരണമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാവർത്തികമാക്കാൻ കഴിയില്ലെങ്കിലും ഭാഗികമായിട്ടെങ്കിലും അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ചുകൂടെ അടുത്തിരിക്കും സുഹൃത്തുക്കളെ, കയറിയിരിക്കും. മുന്നിലൊക്കെ സഫിൽ കയറിയിരിക്കും. സഫിൽ എല്ലാ കാര്യമായിട്ട് കിടക്കുന്നില്ല. എല്ലാ ആഴ്ച ഞാൻ പറയാം, ബാക്കി കൂലി കിട്ടും. ഒരുപാട് ഓരോ പ്രാവശ്യം പറയുമ്പോൾ കൂലി കൂടുതൽ തരാൻ അള്ളാഹിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് നല്ലതാണ്. എനിക്ക് കൂലി കൂടുതൽ കിട്ടും. അപ്പൊ എല്ലാവരും അടുത്തടുത്തോട് കയറി. അതുകൊണ്ട് അവിടെ കുറച്ച് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സത്യവിശ്വാസികളുടെ സവിശേഷതകളാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ആരാണ് സത്യവിശ്വാസികൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത്, നമ്മളൊന്നും അല്ല. നമ്മളെല്ലാരും പറയും നീ വലിയ വിശ്വാസിയാണ്, നീ സ്വർഗത്തിലാണ്, നീ നരകത്തിലാണ് എന്നൊക്കെ നമ്മൾ പറയും. ഈ നരകം എന്താണെന്നോ സ്വർഗം എന്താണെന്നോ അതുമായി യാതൊരു അംശം പോലും അതിനെ കുറിച്ചൊരു പരിചയമില്ലാതെ നമ്മളാ പറയുന്നത് നീ സ്വർഗത്തില് നീ നരകത്തിൽ. ഇതൊക്കെ നമ്മളാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തൊക്കെ തീരുമാനം എടുക്കുക. അതാണ് ഇപ്പൊ അവസ്ഥ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആർക്കും അതിനെ കുറിച്ച് ആർക്കും എന്താ സ്വർഗം, നമ്മുടെ സ്വർഗം നരകം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് പല ഐനുറാത്ത്, പല ഉദുനുൻ സമിഅത്ത്, വല അലാ ഖതറ ഖൽബി. ഒരു മനുഷ്യന്റെ കണ്ണും മൂക്കും അവന്റെ കാതും അല്ലെങ്കിൽ അവന്റെ കൽബും ഹൃദയം ഒന്നും ഇതിനെ കുറിച്ച് അറിയില്ല, കേട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അതാണ് സ്വർഗം. അപ്പൊ അങ്ങനെയുള്ള സ്വർഗം അത് അല്ലാഹു അതിങ്ങനെ നമ്മളുടെ മുന്നിൽ ഖുർആനിലൂടെ ഹദീസിലൂടെ പഠിപ്പിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിലൊരു വിശ്വാസം നമുക്ക് വേണം. അതാണ് ഈമാൻ. ഇങ്ങനൊരു സ്വർഗം ഉണ്ട്, ഇതിൽ ഇന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത് അല്ലാഹു നമുക്ക് സത്യവിശ്വാസമാണെങ്കിൽ അവർക്ക് തരും. ആണല്ലോ ഈമാൻ എന്ന് പറയുന്നത്. ഒരദൃശ്യമായ ഒരു ലോകത്തെ കുറിച്ച് അല്ലാഹു നമ്മളെ പരിചയപ്പെടുത്തുമ്പോ അതിലൊരു വിശ്വാസം വെച്ച് പുലർത്തലാണ് ഈമാൻ. അങ്ങനെ ഒരു വിശ്വാസമില്ലാത്തവരാണ് ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ടും അതിന്റെ മുന്നിൽ ദേവന്മാരെയും ദേവികളെയും ബുദ്ധങ്ങളെയും ബുദ്ധ പ്രതിമകളെയും പ്രതിഷ്ഠകളെയും വടവൃക്ഷങ്ങളെയും ദീപങ്ങളെയും ഒക്കെ വെച്ച് ആരാധിക്കുമ്പോ ദൈവമുണ്ട് എന്നവര് കാണാൻ പറയുന്നത് വിശ്വസിക്കുന്നെങ്കിലും ബാഹ്യത്തിൽ കാണാത്തതിന്റെ പേരിൽ ഈ പ്രതിഷ്ഠകളുടെ മുന്നിൽ അവർ ആരാധിക്കുന്നു. അതോടുകൂടി അവർ അവിശ്വാസികളായി മാറി. വിശ്വാസികൾ എന്ന് പറയാൻ പറ്റൂല. വിശ്വാസം എന്ന് പറയുന്നത് അല്ലാഹു ഒരുവരുണ്ട്. ഈ ലോകത്തിന്റെ അധിപരാശക്തി അവൻ തന്നെയാണ്. അവനാണ് നമ്മളെ സൃഷ്ടിച്ചവൻ, അവനാണ് നമ്മളെ സംഹരിക്കുന്നവൻ, അവനാണ് നമ്മളെ ഉദ്ധരിക്കുന്നവൻ, അവനാണ് നമ്മളെ ജീവിപ്പിച്ചവനും മരിപ്പിക്കുന്നവനും, അവനാണ് റാസിഖ്, അവനാണ് മാലിക്, അവനാണ് ഖാദിർ. എല്ലാം എല്ലാം അവനാണ്. അല്ലാഹുവാണ്. അല്ലാഹുവാണ്. അവൻ എന്താണ് ഈ ലോകം? ഇതിന്റെ മുഴുവൻ കടിഞ്ഞാൻ അവന്റെ കൈകളിലാണ്. അതുകൊണ്ട് അവനറിയാതെ ഒരു വസ്തു പോലും ചലിക്കൂല. ഒരു വൃക്ഷത്തിൽ നിന്നൊരു ഇല കൊഴിയൂല, ഒരു പച്ചില പഴുക്കൂല, പഴുത്ത ഇല താഴേക്ക് വീഴൂല, ഒരു കരിയില പോലും അനങ്ങൂല. ഇതെല്ലാം അല്ലാഹുവിന്റെ അറിവോടുകൂടി അല്ലാതെ സംഭവിക്കൂല. ഈ അല്ലാഹുവിനെ നമ്മൾ വിശ്വസിക്കുക. നമ്മളെങ്ങനെയാണ് അല്ലായിരിക്കുന്നത്? എവിടെയുണ്ട്? ഈശ്വരവാദികൾ ചോദിക്കുന്നത് പോലുള്ള ചോദ്യങ്ങൾക്കോ അതിന് മറുപടിയോ ആ തർക്കങ്ങൾക്കോ ഇതൊന്നും നമ്മളെ നിൽക്കണ്ട. അല്ലാഹുവും അവന്റെ റസൂലും നമ്മളെ പഠിപ്പിച്ച ആ ഒരു മാർഗരേഖകളിലൂടെ സത്യവിശ്വാസിയാണെങ്കിൽ സഞ്ചരിക്കും. അതേ ഉള്ളൂ എന്റെ തെറ്റ. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലയോ? വിട്ടേക്ക്. നിന്നെ ആരും നിർബന്ധിക്കുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കരുത്. നീ മുസ്ലിം ആവടാ, നീ
വിശ്വസിക്കണം, അല്ലാഹ് അല്ലാതെ ഒരു ആരാധ്യനില്ല, അതുകൊണ്ട് ബാക്കിയെല്ലാം പോക്കാണ്, നീ അല്ലാഹ് വിശ്വസിച്ചില്ലെങ്കിൽ നീ നാളെ നരകത്തിൽ പോകും എന്ന് നിർബന്ധിച്ച് മോടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അല്ലാഹു തആല തന്നെ പറഞ്ഞ കാര്യമാണിത്. നിർബന്ധ ആവശ്യമില്ല. നിങ്ങൾക്ക് മുസ്ലിമായിട്ട് കൊണ്ടുവരുന്ന അള്ളാഹ്ക്കാരോട് ലോകത്തുള്ള മുസ്ലിമാക്കാം. അള്ളാഹ് ഉദ്ദേശിച്ച എല്ലാവർക്കും അള്ളാഹെ കൊണ്ട് കഴിവുണ്ട്. നമ്മളെ പഠിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ഇത് അള്ളാഹു അവന്റെ സത്യം നമ്മുടെ മുന്നിൽ തുറന്നു തരുമ്പോ അത് ഉൾക്കൊണ്ട് ഈമാനോടെ വിശ്വാസത്തോടുകൂടി അത് അംഗീകരിക്കാനും സ്വീകരിക്കാനും തയ്യാറാണോ ഇല്ലയോ എന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ. അത് നീ ഉൾക്കൊള്ളാൻ നീ തയ്യാറാണോ? നിനക്ക് ഉന്നതമായ പ്രതിഫലം നിനക്ക് ഞാൻ നൽകാം. അതാണ് ഈമാൻ, അതാണ് വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരെയാണ് വിശ്വസിച്ചത്. ആ വിശ്വാസമാണ് സ്വഹാബത്തിനെ പഠിപ്പിച്ചത്. ആ സ്വഹാബത്തിലൂടെ ഖലഫുകളിലൂടെ സലഫുകളിലൂടെ താബിഈകളിലൂടെ തബഅത്താബിഈകളിലൂടെ അയിമ്മത്തുകളിലൂടെ നമ്മളിലേക്ക് എത്തിയതും ആ ഒരു ഈമാൻ തന്നെയാണ്. അവരുടെ ഈമാനാണ് നമ്മുടെ ഈമാൻ. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഈമാനൊന്നുമല്ലല്ലോ. പക്ഷെ ക്വാളിറ്റി ഉണ്ട്. അവരുടെ ഈമാൻ നല്ല ക്വാളിറ്റിയുള്ള ഈമാനാണ്. നമ്മൾ പേര് സത്യവിശ്വാസി എന്ന് മാത്രം, അതേപോലെ വ്യത്യാസം. അതാണ് വ്യത്യാസം. കാരണം എല്ലാം ഈമാനിന്റെ പേരിൽ അല്ലാഹു സമർപ്പിക്കുന്നവരായിരുന്നു സഹാബാക്കൾ. ഒരാളെ ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ സഹാബാക്കൾ നബിതങ്ങളോട് വന്ന് ചോദിച്ചത് പരിഹരിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുമായിരുന്നു. ഇദാ തഅല്ലമ അശറ ആയാത്തിൻ ലം യുജാവിസുഹുന്ന ഹത്താ യഅമല ബിഹിം. ഒരു 10 ആയത്ത് സഹാബാക്കൾക്ക് ഇറങ്ങിയാൽ ആ 10 ആയത്ത് പഠിച്ച് അമൽ ചെയ്തിട്ടല്ലാതെ 11ാമത് ആയത്ത് പഠിക്കാൻ സഹാബാക്കൾ തയ്യാറാവില്ല. അവരുടെ ഈമാൻ നമ്മുടെ ഈമാൻ ചേർത്ത് കോർത്തിറക്കാൻ പറ്റുമോ? അവരെ ആയത്ത് കണ്ടപ്പോ ബോധം കെട്ട് താഴെ വീണു. നമ്മളെ പോലീസ് പിടിക്കാൻ പറ്റുമ്പോൾ ബോധം കെട്ട് താഴെ വീഴുക. അല്ലാതെ എത്ര നരകത്തിൽ നമ്മളെ കുത്തി നിർത്തി കത്തിച്ചു കളയും ചാമ്പലാക്കുന്നുള്ള ആയത്ത് കണ്ടാലും നമ്മുടെ കൽബിൽ ഒരു ചലനം പോലും ഉണ്ടാവില്ല. കാരണം അവരുടെ ഈമാനും നമ്മുടെ ഈമാനും വ്യത്യാസമാണ്. അർത്ഥറിയിക്കട്ടെ, അർത്ഥറിയട്ടെ. നമ്മൾ പറയുന്നത് ഇമാമ ഓതും അത് കേട്ടിട്ട് പഠിച്ചവനെ നരകത്തെ കുറിച്ച് നരകത്തിന്റെ ആഴത്തിലേക്ക് അവനെ വലിച്ചടിച്ച് കൊണ്ടുപോവാ, പിടിച്ച് വലിച്ചിട്, ആ തീയുടെ കത്തിക്ക് ചാമ്പലാക്ക്. നമ്മളവിടെ കൊണ്ടുപോയിട്ട് ഇത് നീണ്ടു പോകുന്നത് ഇത്രയും വലിയ സുഹൃത്തോടെ വല്ല കാര്യമുണ്ട്. പെട്ടെന്ന് ചെറിയ സുഹൃത്തുക്കൾ പോകുന്ന നിസ്കാരം തീർക്കാനുള്ള ഒക്കെ പഠിപ്പിച്ചിട്ട് നമ്മുടെ രീതി അതാണ്. ആർക്കും വേണ്ടി നമ്മൾ വന്ന് സ്നേഹിക്കുന്നത് പോലെ സഹാബാക്കളല്ല. അത് വീണ്ടും കേൾക്കും, ആവർത്തിക്കും. പടച്ചവനെ, എന്നെയാണോ നീ നാളെ വലിച്ചടിക്കാൻ പറയുന്നത്? പേടി. എന്നെയാണോ, എന്നോടാണോ നീ പറയുന്നത്? കഴിഞ്ഞാഴ്ച അവിടെ പറഞ്ഞില്ലേ, ഒരാളെ ഇറങ്ങിയപ്പോ നബിതങ്ങളുടെ മുന്നിൽ വെച്ച് ഉറക്കെ ശബ്ദിക്കുന്നവർ, അവരുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നവരുടെ സഹാബാക്കൾ പേടിച്ചിട്ട് ഞാൻ നരകത്തിലാണെന്ന് പറഞ്ഞു പോയിരുന്നു കരഞ്ഞു. ഒരായത്ത് കണ്ടു 1 മാസം വരെ കഴിഞ്ഞ് രോഗം പിടിച്ചു. രോഗബാധിതനായി. നമുക്കെന്ത്, നമ്മുടെ ശരീരത്തിന് വല്ല ഇത്ര 64,400 ചില്ലുവാനും ആയത്തുകൾ റമദാൻ മാസത്തിന്റെ എല്ലാ വർഷവും നമ്മൾ കേട്ടിട്ട് നമ്മുടെ രോമകൂമങ്ങൾക്ക് ഒരു ചലനം ഉണ്ടാവും. അപ്പൊ ആരാ തീരുമാനിക്കേണ്ട? മുഅ്മിൻ ആരാണെന്ന് ആരാണ് തീരുമാനിക്കേണ്ടത്? അല്ലാഹുവാണ് തീരുമാനിക്കേണ്ടത്. ആരാണ് സത്യവിശ്വാസി എന്ന്? നമ്മൾ ബോർഡിൽ പേര് വെച്ചിട്ട്, നമ്മൾ ദഫ്തറിൽ പേര് എഴുതി വെച്ചിട്ട്, പള്ളിയിലും പഞ്ചായത്തിൽ കോർപ്പറേഷനിലൊക്കെ മുസ്ലിമാണെന്ന് പേര് വെച്ചത് കൊണ്ടൊന്നും ആയില്ല. അല്ലാഹ് തീരുമാനിക്കണം നീ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയാണോ കപട വിശ്വാസിയാണോ. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നീ സത്യവിശ്വാസിയാണെങ്കിൽ അതിനുള്ള ക്വാളിറ്റി എന്നത് ഖുർആൻ കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കണം ബുദ്ധിയുള്ള മുഅ്മിൻ. അല്പം മനസ്സിലാക്കുക, 25% മനസ്സിലാക്കുക. ഞാനൊരു മുസ്ലിമാണ്, ഞാൻ കേവലം ഒരു നാമധാരിയായ മുസ്ലിമായി ജീവിച്ചു മരിച്ചിട്ട് കാര്യമില്ല. ഒരിക്കലും ഞാൻ ഈ ലോകത്തിന്റെ വിട പറയുക തന്നെ ചെയ്യും. ഏത് നിരീശ്വരവാദിയും പോയേ പറ്റൂ. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിന്റെ ഒരു ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ആഖിറമുണ്ട്. അതിന് ആരെല്ലാം ഇല്ല എന്ന് പറഞ്ഞാലും അത് നമുക്ക് കൊള്ളാൻ പറ്റൂല. ഉണ്ട് ഇല്ല എന്ന് പറയുന്നവന് ഈമാനുമായി ബന്ധമില്ല, ഇസ്ലാമുമായി ബന്ധമില്ല. ആഖിറമില്ല, പരലോകമില്ല, നാളെ ഒരു പുനർജന്മമില്ല എന്ന് മുസ്ലിം പേര് വെച്ച് നാമധാരികളായി അവൻ നിലവിളിച്ചു പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ യാതൊരു ബന്ധവുമില്ല. എന്നാൽ ആഖിറമുണ്ട്,
ആഖിറത്തിൽ ഇവരെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ഖുർആൻ കൊണ്ട് ഹദീസുകൊണ്ട് വ്യക്തമായ തെളിവാണ്. ഇതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കേണ്ട കാര്യമില്ല, എന്നാൽ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള സത്യവുമാണ്. ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള സത്യവുമാണ്. പിന്നെ നമ്മളോട് അമ്മ പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കുള്ള നമ്മുടെ നഫ്സിന് വേണ്ടി, അയൽവക്കക്കാരന്റെ നഫ്സിനല്ല, മറ്റുള്ളവരുടെ നഫ്സിന് വേണ്ടിയല്ല. ഞാൻ മരിച്ചാൽ ഞാനാണ് അനുഭവിക്കേണ്ടത്. മരിക്കുമ്പോ കുറെ പേര് നമുക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കും, അവർ വന്നിട്ട് കണ്ണുനീരൊലിപ്പിക്കും, ഒരു ദുആ ചെയ്തിട്ട് പോകും. എത്ര ദിവസം നിൽക്കും വയനാട്ടിൽ ജനങ്ങൾ? എത്ര ദിവസം തപ്പിക്കൊണ്ട് നിൽക്കും? എത്ര ദിവസം കണ്ണുനീരൊലിപ്പിക്കും? എത്ര ദിവസം ആദരാഞ്ജലികൾ അർപ്പിക്കും? കഴിഞ്ഞ വർഷവും പൊട്ടി, അതിന് 9 വർഷവും പൊട്ടി, കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഇങ്ങനെ പൊട്ടി ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ മറന്നുപോവാണ്. പലസ്തീനിൽ 40,000-ഓളം മക്കള് ഷഹീദാക്കപ്പെട്ടു, മറന്നുപോയില്ലേ? എന്തായിരുന്നു? എന്ത് പ്രതിഷേധമായിരുന്നു? ഓരോ മഹൽ അടിസ്ഥാനത്തിൽ പ്രതിഷേധമായിരുന്നു, ഓരോ മുഖത്തുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധമായിരുന്നു. കുനൂത്തോടെ കുനൂത്തായിരുന്നു, ദുആയോടെ ദുആയിരുന്നു. ഇപ്പൊ പലസ്തീനിൽ ഒരു ദുആ പോലും ഉണ്ടോ? അവിടുത്തെ സംഘർഷത്തിന് വല്ല ഇളവുണ്ടോ? മനുഷ്യന്റെ അവസ്ഥ ഇത് തന്നെയാണ്. മനുഷ്യന്റെ അവസ്ഥ ഇത് തന്നെയാണ്. നമുക്ക് വേണ്ടി ആരും ഉണ്ടാവില്ല ഇവേ, നമുക്ക് വേണ്ടി നമ്മളും നമ്മുടെ സാലിഹായ അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് ഇനി ആരെല്ലാം ഇവിടെ നിന്ന് പൊക്കി പറഞ്ഞാലും, ആരെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വലിയ വലിയ പേർക്ക് റീച്ച് ഉണ്ടാക്കാനും ആരെല്ലാം ശ്രമിച്ചാലും, ഇതൊക്കെ ഭൗതികമായ നശ്വരമായ ക്ഷണികമായ ഈ കുറഞ്ഞ സമയത്തേക്കുള്ള ഒരു രസമായിരിക്കും. അവന്റെ കണ്ണട കഴിഞ്ഞാൽ ഒരു റീത്തും കുറെ ആളുകളുടെ കണ്ണുനീരുമായിരിക്കും ആദരാഞ്ജലികളായിട്ട് അവന്റെ ഉണ്ടാവുക. ആ അവരുടെ ഉള്ളിലേക്ക് എത്തപ്പെട്ട നിന്നെ വീണ്ടും മലക്കുകൾ വന്ന് ജീവൻ നൽകി ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ അപ്പോൾ നിന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നീയല്ലാതെ മറ്റൊരാളുണ്ടാവില്ല. നിന്റെ മക്കളുണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, നിന്റെ സഹപ്രവർത്തകന്മാർ പോലും ഉണ്ടാവില്ല, എന്റെ പ്രൈവറ്റ് സെക്രട്ടറി പോലും എന്നെ സഹായിക്കാൻ ഉണ്ടാവില്ല. അവിടെ നമുക്ക് നമ്മൾ തന്നെയാണ് അതിന് പരിഹാരം കാണേണ്ടത്. അവിടെ വെച്ച് അവനെ സ്കാൻ ചെയ്യുകയാണ്. അവന്റെ മെഡിക്കൽ എടുക്കാൻ 1ാമത്തെ രാത്രി അവന്റെ കവറില്, ആദ്യത്തെ രാത്രി മെഡിക്കൽ അവിടെ ഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ വിളിച്ചു പറയപ്പെടും. ആ സ്വർഗത്തിന്റെ വാതിലെല്ലാം തുറന്നോട്ട്. ഇനി ചെറിയ തോതിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു വിട്ടാൽ മതി, ഇവിടെ എല്ലാം ഓക്കെയായി. ആദ്യത്തെ രാത്രി പൊട്ടിപ്പാളിച്ച് നന്മയുടെ വാതിലെല്ലാം അടച്ചുകാനും തിന്മയുടെ നരകത്തിന്റെ വാതിലെല്ലാം തുറന്നുകാനും അന്ന് തന്നെ കൽപ്പിക്കപ്പെടും. ആര് കാണുന്നു? മക്കള് കാണുന്നുണ്ടോ? മരുമക്കള് കാണുന്നുണ്ടോ? ചെറുമക്കള് കാണുന്നുണ്ടോ? സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കാണുന്നുണ്ടോ? സഹയാത്രികർ കാണുന്നുണ്ടോ? തനിക്ക് വേണ്ടി കണ്ണുനീരൊലിപ്പിച്ചവർ കാണുന്നുണ്ടോ? തനിക്ക് വേണ്ടി വാ തോരാതെ പുകഴ്ത്തിയവർ കാണുന്നുണ്ടോ? ഇല്ല. അവൻ അവന്റെ കാര്യം അവന് തന്നെ. ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അള്ളാഹ് പറഞ്ഞത് യാഥാർത്ഥ്യമായിരുന്നു. ഇപ്പോഴാണ് ആഖിറത്ത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ദുനിയാവിൽ ഇതൊക്കെ പ്രസംഗം കേട്ടപ്പോഴും ഓതിയപ്പോഴും പഠിച്ചപ്പോഴും ഒന്നും എനിക്കൂടെ മനസ്സിലായില്ല. ഇപ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യം ഇപ്പൊ മനസ്സിലാവുന്നത്. പ്ലീസ് അല്ലാഹ് ഒരവസരം കൂടി നിയമിക്കുന്ന, ഒരവസരം കൂടി നിയമിക്കുന്ന. ഖബറിൽ വെച്ചവൻ അമ്മയോട് പറയുന്ന വാക്കാണ്, ഒരവസരം കൂടി വെച്ചവന്. ശരിയാണ്, ഇങ്ങനെയൊക്കെ ദുനിയാവിന്റെ അവസ്ഥ എന്നെ ഇടങ്ങേറിലാക്കി സംഭവിച്ചിരിക്കുകയാണ്. ഒരവസരം കൂടി എനിക്ക് നീ നൽകി ഒന്നിലേക്ക് മടങ്ങിക്കൊണ്ടു പഠിച്ചവന്. ഉടനെ പറയപ്പെടും, എനിക്ക് ആവശ്യത്തിനുള്ള സമയവും ആരോഗ്യവും സമ്പത്തും ഒക്കെ ദുനിയാവിൽ തന്നു. ഇനി മിണ്ടരുത്, ഇനി അതൊന്നും റിപ്പീറ്റിംഗ് ഇല്ല. ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് കിടന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം അവിടെ കോടതിയിൽ കൊണ്ടിരുന്നത് വിചാരണ എന്താണോ നേരിടുന്നത്, അപ്പോൾ അവിടുത്തെ ശിക്ഷ എന്താണ് വിധിക്കുന്നത്, ആ വിധി പ്രകാരം നീ ബാക്കി മുന്നോട്ട് നീ തീരുമാനം എടുത്തോളെ. ഇപ്പൊ മുണ്ടരുത്, വാൽ മൂടിക്കെട്ടാൻ പറയും. ആരുടെ സുഹൃത്തുക്കളെ ഇതിന് വിശ്വാസമുണ്ടോ? നമുക്ക് വിശ്വാസമില്ലെങ്കിൽ ജുമാക്കരുത്, വിശ്വാസമില്ലെങ്കിൽ നിശ്ചയിക്കരുത്, വിശ്വാസമില്ലെങ്കിൽ സാധുക്കളെ സഹായിക്കരുത്, വിശ്വാസമില്ലെങ്കിൽ ഹജ്ജിന് പോകരുത്, വിശ്വാസമില്ലെങ്കിൽ ഉംറ ചെയ്യരുത്. കേവലം അവിടെ പോയിട്ട് ഫോട്ടോ സെൽഫി എടുക്കലല്ല ഉംറ. അതിനു വേണ്ടിയിട്ടല്ല ഹജ്ജ്. ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാർ പോകുമ്പോ സാധുക്കളായവൻ ഹജ്ജിന് ഉംറയ്ക്ക് പോയ അവന്റെ പിന്നാലെ പോകും, ഫോട്ടോ എടുക്കുമ്പോ സെൽഫി എടുക്കുമ്പോ കൂടെ പോയിരിക്കാൻ. അവയുടെ ലക്ഷ്യം എന്താ? ഇവന്റെ ലക്ഷ്യം ഫിലിം സ്റ്റാർ പോയത് കൊണ്ടാണ് ഇവരുടെ കൂടെ പോയത്. അവരുടെ കൂടെ നിന്നു ലോകം എല്ലാവരും കാണും, നാട്ടുകാരെല്ലാവരും കാണും. ഇതിങ്ങനെ ഖിയാമത്ത് നാൾ വരെ
ഫോട്ടോ എടുത്ത് അവന്റെ വീട്ടിലവൻ പതിപ്പിച്ച് അവൻ ആ മതിൽ അങ്ങ് തൂക്കി വെക്കും. ഞാൻ ഇന്നാളിന്റെ കൂടെ ഉറച്ചത്, ഇന്നാളിന്റെ കൂടെയാണ് ഞാൻ തവാഫ് ചെയ്യുന്നത്. എന്ത് കിട്ടി? ഇന്നാളിന്റെ കൂടെ തവാഫ് ചെയ്ത് എന്റെ ഫോട്ടോ കിട്ടി. അള്ളാഹുടെ സാധനമൊന്നുമില്ല. മമൻകാലത്ത് നീ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് വന്നിരുന്നെങ്കിൽ അതിന്റെ കൂലി നിനക്ക് കിട്ടുമായിരുന്നു. നിന്റെ ലക്ഷ്യം വേറെയായി പോയി. ഇതൊക്കെ വെറുതെയാണ്. ഇതൊക്കെ അള്ളാഹു റസൂൽ പഠിപ്പിച്ചത്. അള്ളാഹ് ഒന്നും മിണ്ടൂല. ഇനി എന്തെല്ലാം തമ്മാടിത്തരങ്ങളോട് കാണിച്ചാലും അടച്ചൊന്നും മിണ്ടൂല. പിടിക്കുന്ന അവിടെ വെച്ചില്ല, ഒന്നും മിണ്ടൂല. അരവുണ്ടാകുന്ന ഒരു പട്ടിക്ക് പോലും ഈ ദുനിയാവിൽ ജീവിക്കാൻ സമയം കൊടുക്കൂല എന്നല്ല പറഞ്ഞത്. ഈ ദുനിയാവിലെ മനുഷ്യൻ ചെയ്യുന്ന തമ്മാടിത്തരങ്ങൾക്ക് അള്ളാഹ് ഉടനെ ശിക്ഷിക്കാൻ നിന്നാൽ ഈ ദുനിയാവിൽ ഒരു നായ ഉണ്ടാവില്ല, ഈ ദുനിയാവിൽ ഒരു മൃഗം ഉണ്ടാവില്ല. ഈ ഭൂമിയുടെ മുകളിൽ ഒരു മൃഗം പോലും ഉണ്ടാവില്ല. എല്ലാം നശിപ്പിക്കുമായിരുന്നു. അള്ളാഹ് ഇതെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് മറ്റൊരു ദിവസത്തേക്ക് വേണ്ടി. അള്ളാഹ് നമ്മളെ കാത്തിരിച്ചിട്ടുണ്ട്. ആരുമില്ല മക്കളെ, ആരും തുണ ഉണ്ടാവില്ല. ഒരു മനുഷ്യൻ വല്ലാഹി തുണ ഉണ്ടാവില്ല. മക്കള് പോലും അവിടെ ഒഴിവാക്കും. ആരും ഒഴിവാക്കും, മക്കൾ ഒഴിവാക്കും, മാതാപിതാക്കൾ ഒഴിവാക്കും, കൂട്ടുകാർ ഒഴിവാക്കും. എല്ലാം നഫ്സി നഫ്സി, സ്വന്തം കാര്യം. എന്തിനാ നമ്മുടെ കാര്യം? അമ്പിയാക്കൾ പോലും സ്വന്തം കാര്യം. അമ്പിയാക്കൾ പോലും സ്വന്തം കാര്യം. ഓടിപ്പോ ആദരിനെ ഒന്ന് സഹായിക്കണം, ഈസാനെ ഒന്ന് സഹായിക്കണം, മുസനെ ഒന്ന് സഹായിക്കണം, ഇദ്രീസിനെ ഒന്ന് സഹായിക്കണം, യൂനുസിനെ ഒന്ന് സഹായിക്കണം, യൂസുഫിനെ ഒന്ന് സഹായിക്കണം. നമ്മളൊക്കെ ഒരുപാട് പ്രശ്നത്തിലാണ്. നമ്മളൊക്കെ ഒരു വലിയൊരു സമുദായത്തെ കൊണ്ട് നടന്നതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുമായി കഴിയുന്നുണ്ട്. അതുകൊണ്ട് പ്ലീസ്, ഞങ്ങളെ നിങ്ങൾ ബുദ്ധിമുട്ടില്ല. നമ്മളെ കൊണ്ട് വിട്ടുപോയി വേറെ ആരോടും പോയി ചോദിച്ചോളി. ആരോടും ചോദിക്കാം. ഇവിടെ ഒരു പ്രശ്നം വരാൻ വിളിക്കാൻ DGP ഉണ്ട്, അല്ലെങ്കിൽ അവരുണ്ട്, ഇവരുണ്ട്, മറ്റവരുണ്ട്. ഇവരൊക്കെ വിളിച്ച് നമ്മുടെ അച്ഛൻകാരൊക്കെ വിളിച്ച് കാര്യങ്ങൾ സാധിക്കും. അവിടെ ആരെയൊക്കെ വിളിക്കും? ഒന്ന് ചിന്തിക്കും. ഇതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. ഇത് സംഭവിക്കും, ഇത് യാഥാർത്ഥ്യമാണ്. ഇതിൽ വിശ്വാസമില്ലെങ്കിൽ അവൻ മുഅ്മിനേ അല്ല. അവൻ പള്ളിയിൽ വരുന്നതുകൊണ്ട് കാര്യമില്ല, നിസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി അല്ലാഹു തആല പറയുന്നു. ആരാണ് മുഅ്മിൻ, ആരാണ് സത്യവിശ്വാസി? ഉൾക്കൊള്ളു, മനസ്സിലാക്ക്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ഈ രണ്ട് ക്വാളിറ്റി നമ്മൾ 2-3 ആഴ്ചയായിട്ട് പറഞ്ഞു തീർത്തിട്ടുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് നടക്കാനും ചലിക്കാനും തൗഫീഖ് തരട്ടെ. മനസ്സിലാക്കി തരാനുള്ള സമയമാണ്. മനസ്സിലായാൽ കൊള്ളാം, അൽഹംദുലില്ലാഹ്. നമുക്കതൊന്നും പറഞ്ഞു തരാനല്ലാതെ ആരെയും അടിച്ചേൽപ്പിക്കല്, നിർബന്ധമായി ഇത് ഏറ്റെടുക്കണമെന്ന് പറയലൊന്നും നമ്മുടെ തത്വത്തിൽ പെട്ടതല്ല. പഠിപ്പിച്ചു കൊടുക്കാം. സത്യവും അസത്യവും തമ്മിൽ വെളിവായിട്ടുണ്ട്. അല്ലാഹുവിനെ ആരാണോ മുറുകെ പിടിച്ച് ഈമാനോടുകൂടി ആരാണോ ജീവിക്കാൻ തയ്യാറായത്, അവൻ ഒരിക്കലും പൊട്ടിപ്പോകാത്ത പടം വലിയ കയറില്, വലിയ പാശത്തിലാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. അത് പൊട്ടിപ്പോകില്ല, അതിന് തകർച്ചയില്ല. അല്ലാഹ് അല്ലാത്തവനെയാണോ പിടിച്ചിരിക്കുന്നത്, അത് ചിലപ്പോ ഒരു കുറച്ച് സമയം വരെ നിനക്ക് അതൊരു ശക്തി ഉണ്ടാകും, പിന്നെ അത് പൊട്ടിപ്പോകും, പിന്നെ പിടിച്ചാൽ കിട്ടൂല. അള്ളാഹ് നമുക്ക് പഠിപ്പിച്ച കാര്യമാണ്. ആർക്ക് നിർബന്ധമൊന്നുമില്ല, അള്ളാഹ് നിർബന്ധിക്കുന്നില്ല. ഈമാനോടെ മരിച്ച് ഈമാനോട് അള്ളാഹ് കണ്ടുമുട്ടാൻ ആഗ്രഹമുള്ളവർ ഈ പറയപ്പെടുന്നതിന്റെ ഒരു 25% ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്ത തോപ്പിക്കാറുണ്ട്. അതാണ് നമ്മുടെ വാശി വൈരാഗ്യമൊന്നുമല്ല. ഇത് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള വിഷയമാണ്, ആഖിറത്തിന് വേണ്ടിയുള്ള വിഷയമാണ്. നീ അങ്ങനെ മരിച്ചാലും അള്ളാഹ്ക്കോട് ഒരു പ്രശ്നമില്ല, അള്ളാഹ്ക്ക് ഒരു പ്രശ്നവുമില്ല. സഹാബാക്കളുടെ ദുആ, ഒരു സഹാബി പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്യുന്നു. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന മജ്ലിസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മിഹ്റാബിൽ ഇരിക്കുന്നു. ഒരു സഹാബി മഗ്രിബിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ദുആ എടുക്കുന്നു. ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഭാഷ. യാ മൻ ലാ തറാഹുൽ ഉയൂൻ വലാ തുഖാലിതുഹു ദുനൂൻ വലാ യസിഫുൽ വാസിഫൂൻ വലാ തുഗയ്യിറുൽ ഹവാദിസ് വലാ യഖ്ശാ ദവായിർ യഅലമു മസാഖിലൽ ജിബാൽ വമകായിലൽ ബിഹാർ. അല്ലാഹ് ഇവിടെ പുകഴ്ത്തി അവസാനം അദ്ദേഹം പറഞ്ഞ 3 വാക്കുണ്ട്. ഇതെല്ലാം പുകഴ്ത്തി. അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറഹു വഖൈറ അഅമാലി ഖവാതിമഹു വഖൈറ അയ്യാമി യൗമ അൽഖാക ഫീഹി.
പോയിന്റ്. ഈ 3 കാര്യം എനിക്ക് തന്നാ മതി അല്ലാഹ്. എന്താ? അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറഹു, എന്റെ അവസാനത്തെ ആയുസ് അത് ഖൈറായ സമയത്ത് തന്നെ ആയിരിക്കണം. എന്റെ അവസാനത്തെ ശ്വാസം ഖൈറ ഉംരി ആഖിറഹു, ഞാൻ എപ്പോൾ മരിച്ചാലും ഏതവസ്ഥയിൽ മരിച്ചാലും എത്രാമത്തെ വയസ്സിൽ മരിച്ചാലും പഠിച്ചവന് അത് ഖൈറായ വയസ്സുള്ള ഖൈറായ സമയത്തുള്ള സമ്മാനമായിരിക്കണം. ഖൈറ ഉംരി ആഖിറഹു. നമ്മൾ ദ്വാരക്കണം. അല്ലെങ്കിൽ എവിടെ പോയി അവൻ കള്ളിശാപ്പി ചത്ത് കിടന്ന്, അവനവിടെ മാനവീയത്തിന്റെ തെരുവിൽ ചത്ത് കിടന്ന്, അവിടെ ബാറിൽ ചത്ത് കിടന്ന്, അവൻ പലിശക്കാരന്റെ കൂടാരത്തിൽ അവൻ ചത്ത് കിടന്ന്, അവൻ ലോട്ടറി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കഞ്ചാവ് ഓടിച്ചിട്ട് കൂട്ടുകാരുമായിട്ട് ചത്ത് കിടന്നു, അവന്റെ ഈ മയ്യത്ത് പൊക്കിക്കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അല്ലാഹു അക്ബർ, അല്ലാഹു മഗ്ഫിർ ലഹു വറഹ്മഹു, പുറത്തു കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. നമ്മൾ ദുആ എടുക്കേണ്ട ഗതികേട് ഈ മുസ്ലിം സമുദായത്തിന്, ഗതികേട്. കഞ്ചാവ് അടിച്ച് ചത്തവന്റെ മയ്യത്ത് നോക്കിയിട്ട് ഇവനെ നീ പുറത്തു കൊടുക്കണമെന്ന് പറയേണ്ട ഗതികേട് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ചെയ്തേ പറ്റുള്ളൂ. പൊറുക്കലോ പൊറുക്കാതിരിക്കലോ അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് സഹാബാക്കൾ തുടച്ചത് ഖൈറ ഉംരി ആഖിറഹു, എന്റെ അവസാനത്തെ ഉംരി എപ്പോൾ മരിച്ചാലും എന്റെ ആയുസ് അത് ഖൈറായ സമയത്തായിരിക്കണം, ഖൈറായ ആയുസ്സിലായിരിക്കണം. വഖൈറ അഅമാലി ഖവാതിമഹു, എന്റെ അവസാനത്തെ അമലുണ്ടല്ലോ പഠിച്ചവനെ, അത് ഏറ്റവും നല്ല നീ ഇഷ്ടപ്പെട്ട അമൽ ചെയ്ത് മരിക്കാനുള്ള ഭാഗ്യമായിരിക്കണം അല്ലാഹ്. എന്റെ അവസാനത്തെ സമയം അന്ത്യശ്വാസം വലിക്കുമ്പോൾ നീ ഇഷ്ടപ്പെട്ട അമൽ ചെയ്ത് മരിക്കുന്ന അവസ്ഥയിൽ എന്റെ റൂഹിനെ പിടിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഏത് ദിവസത്തിലാണോ നീ എന്റെ റൂഹ് പിടിക്കുന്നത് ആ ദിവസത്തിൽ നിന്നെ കാണുന്ന ദിവസമാക്കി മാറ്റണേ അല്ലാഹ്. ഈ 3 കാര്യമാണ് സഹാബ നബി കേട്ടിട്ട് അത്ഭുതത്തോടുകൂടി ചാടി എഴുന്നിട്ട് ആരാ ദുആ ചെയ്തത്? അതിനൊരു പാവപ്പെട്ട ഒരു കാട്ടറബിയാണ്, ഒരു ബദു കൊണ്ടുവന്ന് വിളിച്ചു. നബിതങ്ങൾ ഒരു കൈ കൂമ്പാര സ്വർണമായി കൊടുത്തു. ആ സഹാബി ചോദിച്ചു, എന്റെ ഹക്കാണോ? എന്റെ ഹക്കല്ല. നീ അല്ലാഹുവിനെ പുകഴ്ത്തിയതിന്റെ പേരിൽ, മതിമറന്ന് അല്ലാഹുമായി ലയിച്ചതിന്റെ പേരിൽ അത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്കും എനിക്ക് ആഹ്ലാദമായി, ഇത്രയ്ക്കും അല്ലാഹുവിനെ പുകഴ്ത്തുന്നവൻ അതിനു വേണ്ടി തന്നാണ് കൊണ്ടുപോകും. അല്ലാഹുവിനെ പുകഴ്ത്തുമ്പോൾ നബിതങ്ങൾക്കുണ്ടായ ആവേശം. നമുക്കിവിടെ എന്താ? നമുക്കിവിടെ എന്ത് മനുഷ്യർ, നമുക്കിവിടെ എന്ത് ആഹ്ല. ചിന്തിച്ചു നോക്കി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, ആ വിശ്വാസത്തിൽ ഉറച്ച്, അതുകൊണ്ടല്ലേ ഇപ്പൊ വയനാട് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, അവിടെ എന്തെല്ലാം സംഭവങ്ങൾ, അത്ഭുതങ്ങൾ, ഭയങ്കരമായ പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ചിന്തനീയമായ പല നിലയ്ക്കുള്ള അത്ഭുതങ്ങളാണ് അവിടെ. നമ്മൾ മനസ്സിലാക്കണം, തള്ളയില്ലാത്ത പൂച്ച കുഞ്ഞുങ്ങൾക്ക് പട്ടി പാല് കൊടുക്കുന്ന അവസ്ഥ. പൂച്ച കുഞ്ഞുങ്ങളെ കണ്ട പട്ടി കടിച്ചോണ്ട് പോകുന്ന പട്ടി, തള്ളയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ കിടന്നു കൊടുക്കണം. ആ കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നു. അവർക്കും നിങ്ങൾക്ക് റിസ്ക് തരുന്നതാണ്. അതാരെ കൊണ്ട് എങ്ങനെയാണെന്നൊക്കെ നീ കണ്ടുപിടിച്ചോളി. ആരാ ഇതിന്റെ പേരിൽ പ്രവർത്തിക്കുന്നത്? ഇത് കണ്ടുപിടിച്ചോളി. എത്ര സംഭവങ്ങൾ അതൊക്കെ കാണുമ്പോൾ ആയത്തുകളും ഹദീസുകളുമായി നമുക്ക് തട്ടി നോക്കാൻ പറ്റും. സുഹൃത്തുക്കളെ, ചിന്തിച്ചു നോക്കി. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തോന്നിക്കുന്നത് അവിടെ അള്ളാഹ് മനസ്സിലാക്കി. അള്ളാഹ് തീരുമാനിക്കണം നീ മുഅ്മിനാണോ സത്യവിശ്വാസിയാണോ. നമുക്ക് അള്ളാഹ് ചെയ്ത നിഅമത്താണ് നമ്മളെ മുഅ്മിനാക്കിയെന്നുള്ളത്. നമ്മുടെ വയനാട് ദുരന്തത്തിന് വേണ്ടിയുള്ള പിരിവാണ് ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമാക്കിയിട്ട് അത് നമ്മൾ അവസാന സമയത്തിൽ അവിടെ കൊണ്ടെത്തിക്കും. ആവശ്യമെല്ലാം കഴിഞ്ഞ് എന്താണോ ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും കൂടുതലും നമ്മൾ പള്ളിയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടി അറിയിക്കും. വീട് വെക്കാനും എല്ലാത്തിനും എല്ലാവരും സംബന്ധിച്ചു പള്ളിയുടെ കാര്യം ആലോചിക്കൊന്നും വേണ്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കാര്യമായി ശ്രദ്ധ ചെയ്തോളും. അർഹമായി 1 രൂപ പോലും നഷ്ടപ്പെടില്ല. ഇൻഷാ അല്ലാഹ് അത് അർഹതയുടെ കൈകളിലേക്ക് അത് എത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാര്യമായി സഹായിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിച്ച പോയിന്റ് 2 പറഞ്ഞു. 3ാമത്തെ പോയിന്റ് എന്താ? മുഅ്മിനീങ്ങളുടെ ഒന്ന് ഈമാൻ, അല്ലാഹു വജനത ഖുലൂബുഹും, അല്ലാഹു കുറിച്ച് പറയുമ്പോൾ കൽബ് പിടയ്ക്കും. 2 അവരുടെ പരിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. സാദത്തുഹും ഈമാന. 3 വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എല്ലാം അല്ലാഹുവിൽ സമർപ്പിക്കും.
ഇത് മനസ്സിലാക്കുന്ന പോലെ നമ്മൾ ചുമ്മാ ഓട്ടോറിക്ഷയ്ക്കകത്ത് 10 രൂപയുടെ സ്റ്റിക്കർ മേടിച്ചിട്ട് തവക്കൽത്തു അലല്ലാഹ് എന്നുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. വന്ദേ ഭാരത് വരുമ്പോൾ കേരളത്തിൽ തവക്കൽത്തു അലല്ലാഹ് നോക്കണ്ടിരിക്കുന്നു. ഇതൊന്നും തവക്കൽ. എല്ലാവരും വീട്ടിന്റെ വാതിൽ തവക്കൽത്തു അലല്ലാഹ് സുബഹി പോലും നിസ്കരിക്കൂല. എഴുതി വെച്ചേക്കും തവക്കൽത്തു അലല്ലാഹ്. ഭയങ്കരമായി കൊത്തുപണിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കരമായ വാക്കുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബഹുമാനമുള്ള സമയത്ത് കച്ചവടം ചെയ്യാനുള്ളതല്ലേ ഇത്? നമ്മുടെയൊക്കെ വീടുകളിലും വാഹനങ്ങളിലും നമ്മൾ കാണുന്ന സാധനങ്ങളാണ്. കാറിനകത്ത് ഫ്രണ്ടിലും ബാക്കിലും എല്ലാം തവക്കൽത്തു അലല്ലാഹ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ അർത്ഥം പോലെ ഓടിക്കുന്ന കറിയില്ല, ഓടിച്ചാൽ കുറയില്ല. എന്താണ് ഇതിന്റെ അർത്ഥം പോലും? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റിയിൽ മൂന്നാമത്തെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞു കൊടുക്കാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നവരാണ്. നമ്മുടെ വക്കീൽ ആരാണ്? അല്ലാഹ്. ആ വക്കീലിന്റെ മേൽ വക്കാലത്ത് നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മളെല്ലാം സമർപ്പിച്ചു. കാരണം നമ്മൾ അല്ലാഹുള്ളവരാണല്ലോ. അല്ലാഹുള്ളവരാണല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവക്കല്ലേ നാം അല്ലാഹുവിന് വേണ്ടിയുള്ളവരാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരിലേക്കാണല്ലോ മടങ്ങുക. എല്ലാം അല്ലാഹുവിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിച്ചിരിക്കുന്നു, സത്യവിശ്വാസികളാകണമെങ്കിൽ അവന്റെ ഒരു മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവന്റെ സകലമായ കാര്യങ്ങളും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. തവക്കുൽ അല്ലാഹുവിന്റെ മേൽ ഏൽപ്പിക്കണം. അല്ലാഹു അംഗീകരിക്കുന്ന അസ്ബാബുകളെ കൊണ്ട് തവക്കുൽ ഏൽപ്പിക്കണം. അല്ലാഹു അംഗീകരിക്കുന്ന, നബിതങ്ങൾ അംഗീകരിക്കുന്ന ശിർക്കുകളോ കുഫ്റുകളോ കലരാത്ത നിലയിലുള്ള തവക്കുൽ അല്ലാഹുവിനെ കൊണ്ട് ഏൽപ്പിക്കുക. അതാണ് അതിന്റെ അർത്ഥം. അതിന് ഉദാഹരണം പറയാൻ മനസ്സിലാവും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഒരു ഹദീസ് ഓതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, എന്റെ ഉമ്മത്തികളിൽ നിന്ന് 70,000 യദ്ഖുലൂന അൽ-ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. എന്റെ ഉമ്മത്തികളിൽ നിന്ന് 70,000 പേര് ഹിസാബില്ലാതെ, അദാബില്ലാതെ, ശിക്ഷയില്ലാതെ സ്വർഗ്ഗത്തിൽ കയറും. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ 70,000 പേര് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കയറും. ഈ ഹിസാബ് എന്തെന്ന് നല്ലപോലെ പഠിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അതൊക്കെ വരുന്ന ഓരോ ജുമുഅക്ക് ഞാനത് ഓരോ വിഷയം, ഹിസാബ് എന്താ, മീസാൻ എന്താ, സിറാത്ത് എന്താ, ഇതൊക്കെ പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ് പഠിക്ക്, വേണമെങ്കിൽ മനസ്സിലാക്കി. അല്ലെങ്കിൽ അല്ലാഹ് ഒന്നും കേട്ടില്ല, പഠിച്ചില്ല, പെട്ടെന്ന് ഞങ്ങൾ വാങ്ങൂടി തുടർന്നില്ല, അവിടെ പോയി കരിച്ചിട്ട് ഞാൻ കടയിലേക്ക് പോയി ആഹാരം ചിലപ്പോൾ കുത്തു കിട്ടുമ്പോ എന്താ പഠിക്കാത്തെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മതി, സമയമില്ലാതെ കടയിലാണെന്ന് പെട്ടെന്ന് ഞാൻ ഇത് കേൾക്കാതിരുന്നില്ല അല്ലാഹ് പറഞ്ഞാൽ മതി. എന്നാലും സമയമുള്ളവർ കേട്ട് പഠിക്കും, മനസ്സിലാക്കി. എന്താ ഹിസാബ് എന്ന് നമുക്ക് ഹിസാബിനെ കുറിച്ചുള്ള അറിയോ? വിചാരണ ഇവിടുത്തെ ഒരു ഇരിയെ പേടിച്ചിട്ട് എന്തെല്ലാം കള്ളക്കളി നമ്മൾ കാണിക്കുന്നു. ഇവിടുത്തെ ഒരു സെയിൽസ് ടാക്സിനെ പേടിച്ചിട്ട്, ഇൻകം ടാക്സിനെ പേടിച്ചിട്ട് എന്തെല്ലാം നമ്മൾ കാട്ടിക്കൂട്ടുന്നു. അതിലെന്തെല്ലാം വക്രബുദ്ധികളും അതിനുള്ള കണക്കുകളൊക്കെ കൊണ്ടുവരുന്നു. ഇവിടുത്തെ കേവലം ദുനിയാവില് നമുക്ക് പറഞ്ഞ് ആരെങ്കിലും കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാവുന്ന കേസുകൾ, അല്ലെങ്കിൽ നമുക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന മേഖലകളാണ്. എന്നാൽ ഈ സ്വാധീനം ഒന്നും ചെലുത്താൻ പറ്റാത്ത മേഖലകളിലേക്കാണ് നമ്മൾ ആഖിറത്തിൽ പോകുന്നത്. അവിടെയും ഒന്ന് ഹിസാബ് വെച്ചിട്ടുണ്ട്. ചെറിയ ഹിസാബൊന്നുമല്ല. അതൊന്നും പറഞ്ഞാൽ നമുക്ക് തലയവിടെ കേറൂല. വേണമെങ്കിൽ കയറിയാൽ മതി. ഈ ദുനിയാവിലെ നന്മകൾക്ക് വേണ്ടി വയനാട് ദുരന്തത്തിന് നിങ്ങൾ കൊടുക്കുന്ന സമ്പത്ത് ഒരാൾ 100 കോടി കൊടുത്തെന്ന് വെച്ചോ, ഈ 100 കോടി അദ്ദേഹം ചെയ്തത് നന്മയ്ക്ക് വേണ്ടിയാണ്. അതിന്റെ പേരിൽ അള്ളാന്റെ കോടതിയിൽ അവന്റെ ഹിസാബ് പറഞ്ഞിട്ട് അവനെ അകത്തെ കേട്ടുള്ളൂ. ഇനി അവൻ ഏത് തങ്ങളാകട്ടെ, ഷേഖാവട്ടെ, വലിയാകട്ടെ, സഹാബിയാകട്ടെ, അവൻ അള്ളാന്റെ മാർഗത്തിലാണ് കൊടുത്തതെങ്കിൽ അതിനും ഹിസാബ് അള്ളാഹുവിന്റെ മുന്നിൽ പറഞ്ഞിട്ടല്ലാതെ കേറ്റുവിടൂല. പഠിച്ചത് കേറ്റുവിടൂല. അതാണ് ഹിസാബ് എന്ന് ആദ്യം പഠിക്കണം, മനസ്സിലാക്കി. അബ്ദുറഹ്മാൻ സഹാബികളിൽ പ്രമുഖനായിരുന്നു, സമ്പന്നനായിരുന്നു. ദരിദ്രനായി ജീവിച്ചു വന്ന അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ട് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച് ഹലാലായ മാർഗത്തിൽ തന്നെ ചെലവാക്കിയ അബ്ദുറഹ്മാൻ
ആഖിറത്തിൽ നിൽക്കണമെന്നാണ് നബി റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ആഖിറത്തിൽ നിൽക്കണമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടേ കയറ്റിവിടുന്നു. മറുപടി പറഞ്ഞിട്ടേ അല്ല കയറ്റിവിടുള്ളൂ. ഈ പൈസ എവിടെ നിന്ന് കിട്ടി, ഏത് രീതിയിൽ ചെലവഴിച്ചു, ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാലോ. അതൊക്കെ നമ്മൾ പറയണം. പിന്നെ എന്തിനാ മണിക്കൂറുകൾ ചോദിച്ചതൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ചെലവാക്കിയെന്നുള്ളത്. എന്തിനാണ് നമുക്ക് അറിയാലോ. ഓരോരുത്തരെ പിടിച്ചോണ്ട് അവര് 10 ദിവസം ചോദിച്ചു, 20 ദിവസം ചോദിച്ചു, എത്ര മണിക്കൂറുകളോളം ചോദിച്ചു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നില്ലേ. ഇതൊക്കെ കേവലം ചെറിയ ചെറിയ ഒരു ഹിസാബാണ്. ഇതൊരു ചെറിയ ഹിസാബാണ്. അവിടുത്തെ ഹിസാബ് ഇതൊന്നുമല്ല. അവിടെ എത്തുമ്പോ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം എത്ര ദിവസമാണ്, എത്ര മണിക്കൂറാണ്, എങ്ങനെ നിൽക്കണം. സഹാബാക്കളുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്. കോടാന കോടികൾ ഉള്ളവർ നിന്ന് കെട്ടി വരുമ്പോൾ സത്യം കോടാന കോടികൾ സമ്പാദിക്കലാണ് നമ്മുടെ ലക്ഷ്യം. ഇതൊന്നും അല്ലാഹു റസൂലിന്റെ ലക്ഷ്യം. കോടികൾ സമ്പാദിക്കലാണ്. സമ്പാദിച്ചു കൂട്ടിക്കൊള്ളിൽ ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിൽ ഒരു ദിർഹം, ഒരു ദിനാർ, ഒരു റിയാൽ, ഒരു ഡോളർ നീ എന്തിനെ സമ്പാദിച്ചു, എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ നീ എന്ത് ചെലവാക്കി, മറുപടി പറയാതെ ഒരു മനുഷ്യന്റെ പാദം നാളെ ചലിപ്പിക്കാൻ പറ്റില്ല എന്ന് നബി റസൂലുള്ളാഹി. നമുക്ക് പണം ഉണ്ടാക്കാൻ ലക്ഷ്യം ഉണ്ടാക്കിക്കോ, നാളെ ഹിസാബ് പറയാതെ അമ്മാരെ വിടില്ല. ഒരു മണിക്കൂർ നിങ്ങൾക്ക് തമ്പാൻ ബസ്സിൽ പതിക്കാൻ പറ്റുമോ? ഒരു മണിക്കൂർ ചാലക്കമ്പളത്തിൽ വെയിൽ നിൽക്കാൻ പറ്റുമോ? ഒരു മണിക്കൂർ എവിടെയെങ്കിലും വെയിൽ ഇറങ്ങിക്കാൻ പറ്റുമോ? നാളെ ആശ്രമത്തിൽ നിൽക്കേണ്ടത് ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസത്തിന്റെ പകുതിയാണ്. ഒരു ദിവസം എന്ന് പറയുന്നത് ഇവിടുത്തെ 1000 വർഷം. ഒരു ദിവസം തന്നെ ഇവിടുത്തെ 1000 വർഷം. ഇത് അള്ളാന്റെ മുന്നിൽ നിന്ന് മറുപടി പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഒരു മീഡിയക്കാരും വരില്ല, ഒരു ചാനലുകാരും വരില്ല, ഒരുത്തരെ ചോദിക്കാൻ വരില്ല. എന്തിനാ നിൽക്കുന്നത്, എവിടുന്നാ കിട്ടിയത്, എവിടുന്നാ കൊടുത്തത്, ഇതൊന്നും അവിടെ ചോദിക്കാൻ വരില്ല. ചെരുപ്പ് പോലും ഇല്ലാതെ അത് നിർത്തും. പാതകനാക്കി നിർത്തും. ഇതിനാണ് സഹാബാക്കളെ നബിയും ഹിസാബില്ലാതെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കയറണം എന്ന് ദുആ ചെയ്തത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തികൾ 70,000 പേര് ഹിസാബില്ലാതെ നാളെ സ്വർഗത്തിൽ കയറുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് അവിടെ പോയി നമുക്ക് നാളെ അടുത്ത ആഴ്ച മയ്യത്തുള്ളവനെ നിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുഖമില്ലാതെ ആശുപത്രിയിൽ കഴിയുന്ന തമ്പിക്കണ്ട സാഹിബിന്റെ മരുമകൻ സുബൈർ സാഹിബിന്റെ അസുഖം ഭേദമാകുന്നതിന് ദുആ ചെയ്യാൻ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല വേഗം ശിഫാ നൽകി കാമിലായ വാഫറായ ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിന്റെ ബർക്കത്തിലൂടെ ദുആ ചെയ്യാൻ ശ്രീനഗറിൽ നിന്ന് ഹലീമ ബീബി സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക് എല്ലാ ഖൈറുകളും ബർക്കത്തുകളും നൽകുമാറാകട്ടെ. 28-ാം തീയതി മരണപ്പെട്ട ആമിന എന്ന സഹോദരിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. ഇന്ന് ഓപ്പറേഷൻ വിധേയനാകുന്ന ജമാഅത്ത് കൗൺസിൽ മെമ്പർ അബ്ദുൽ റസാഖ് സാഹിബിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു വളരെ റാഹത്തിലും വേഗത്തിലും എളുപ്പത്തിലും സന്തോഷത്തിലുമാക്കി അല്ലാഹു അനുകൂലമാക്കി ആ ഓപ്പറേഷനെ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ആ ലോകത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ട് 40 ദിവസമാകുന്ന കൗൺസിൽ മെമ്പർ സിദ്ദീഖ് സാഹിബിന്റെ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു പരിപൂർണമായ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. മർഹമത്ത് നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകളെല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കുമാറാകട്ടെ. ജോലിയുടെ ബർക്കത്തോടെ ദുആ ചെയ്യാൻ ഗൾഫിൽ നിന്ന് ഫാത്തിമ ബി അല്ലാഹു ആ ജോലിയിൽ ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഹലാലായ സന്താനം ലഭിക്കുന്നതിന് വേണ്ടി ഒരു സഹോദരി അല്ലാഹു ഹലാലായ സന്താനങ്ങൾ നൽകി അവരെ ഞങ്ങളെ എല്ലാം നീ അനുഗ്രഹിക്കണേ. വളച്ചവനെ അസുഖം ഭേദമാകുന്ന ശരീരസുഖത്തിന് ദുആ ചെയ്യാൻ ഒരു സഹോദരൻ സംഭാവന പൂർണ്ണമായ ആഫിയത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ ഖൈർ എന്ന സഹോദരിക്ക് ദുആ ചെയ്യാൻ സംഭാവന അല്ലാഹു തആല മഗ്ഫിറത്തോടെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു സഹോദരി മധുരയിൽ കെട്ടിച്ചു കൊടുത്ത ഒരു കുട്ടി, അവരുടെ കുട്ടി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നല്ലോ, ഇങ്ങനെ ഗ്യാസ് പൊട്ടി അവർ മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അവർക്ക് പരിപൂർണമായ മഗ്ഫിറത്തും ഷഹീദിന്റെ കൂലിയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആ കുടുംബത്തിന് സ്വസ്ഥതയും സമാധാനവും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ കളക്ഷനും ഇന്ന് മയ്യത്ത് നിസ്കാരം എല്ലാം കൂടെ നമ്മൾ മയ്യത്ത് നിസ്കരിക്കും. നമ്മുടെ വയനാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിസ്കാരം കഴിഞ്ഞ ഉടനെ മയ്യത്ത് നിസ്കാരം ഇന്നും കൂടെ നമ്മളുണ്ടാവും. എല്ലാവരും പങ്കെടുക്കണം. പിന്നെ നമ്മുടെ മറ്റേ നിസ്കാരം നമ്മുടെ മുമ്പ് കഴിഞ്ഞ റമദാനിലൂടെ ആക്സിഡന്റ് ആയ നമ്മുടെ റിയാസ് ഷഫീഖ് എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരൻ, അദ്ദേഹം ചികിത്സയിലായിരുന്നു. നമ്മളെല്ലാവരും കാര്യമായി സഹകരിച്ചു. അൽഹംദുലില്ലാഹ് അല്ലാഹുവൊക്കെ
ജാരിയ സദഖയിൽ പെടുത്തുമാറാകട്ടെ. നല്ലൊരു ഭീമമായ തുക ചെലവ് ചെയ്ത് വന്നു. എല്ലാവരും നാട്ടുകാരെല്ലാം ഒറ്റ കൈയോടുകൂടി നിന്ന് നല്ല രീതിയിൽ സഹായിച്ചു. അൽഹംദുലില്ലാഹ് അദ്ദേഹം ഇപ്പോ വീൽ ചെയറിലാണ്. മരിച്ചു പോകുന്നൊക്കെ എല്ലാവരും പറഞ്ഞാണ്. കുറച്ചുകൂടെ തീരുമാനം ദുആയും ഒക്കെയാണ്. അദ്ദേഹത്തിന് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. ബാക്കിയൊക്കെ അൽഹംദുലില്ലാഹ് ഭേദമായിട്ടുണ്ട്. അപ്പൊ ഇനി വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് അതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകണം. എല്ലാവരും ദുആ ചെയ്യണം എന്നതിനോടൊപ്പം അദ്ദേഹം ഇന്നത്തെ ജുമാക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അദ്ദേഹം ഡോക്ടർമാരെ പുറത്തൊക്കെ കൊണ്ട് ഇറക്കി കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ചികിത്സയ്ക്ക് വേണ്ടി വെല്ലൂരേക്ക് പോവുകയാണ്. ഒന്ന് നടന്നു കിട്ടണം, അതാണ് ഒരു ആഗ്രഹം. ഡോക്ടർമാരൊക്കെ പറഞ്ഞാലും ഇത്രയും പേര് നാളെ മരിക്കും, 3 മാസം കൊണ്ട് മരിക്കും എന്ന് പറഞ്ഞാൽ 25 വർഷം വരെ ജീവിത ചരിത്രമുണ്ട്. ഇതൊക്കെ മരണത്തിന്റെ കടിഞ്ഞാണ് അള്ളാഹുവിന്റെ കയ്യിലുള്ള. അപ്പൊ നടത്തിക്കുന്നതും നടത്താതിരിക്കുന്നതും ഒക്കെ പടച്ചവനാണ്. ഈ ചികിത്സ അതൊരു ഭാഗമാണ്. പിന്നെ പറഞ്ഞാല് തവക്കുൽ കയറുമ്പോഴതൊക്കെ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ദുആ ചെയ്യാം. അദ്ദേഹത്തിന് നടക്കാനുള്ള ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ചെറുപ്പക്കാരനാണ്, 35-36 വയസ്സേ ഉള്ളൂ. കൊച്ചുമക്കളൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ആഫിയത്ത് നൽകി ഇനിയുള്ള തുടർ ചികിത്സ അനുകൂലമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ സഹായങ്ങളെല്ലാം അല്ലാഹു അർഹതയോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ. അതുപോലുള്ള അപകടങ്ങൾ, ആപത്ത്, ബല, മുസീബത്തിൽ സദഖയെ കൊണ്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വയനാട്ടിൽ മരണപ്പെട്ടു പോയ ഷഹീദാക്കപ്പെട്ട മുഴുവൻ പേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി മഗ്ഫിറത്തും റഹ്മത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الحمدلله رب العالمين لك الحمد ولك الشكر يا الله. اللهم صل على سيدنا محمد النبي الأمي بعدد كل معلوم لك. അള്ളാഹുവെ പടച്ചവനെ കരുണയുള്ളവനെ ഞങ്ങളുടെ പാവങ്ങളെല്ലാം നീ പൊരുത്തപ്പെട്ടു തരണേ അള്ളാഹു. ഒരുപാട് തെറ്റുകൾ ചെയ്തവരെ പടച്ചവനെ, ഒരുപാട് ഉൾമതിനോട് ചെയ്തിട്ടുണ്ട് പടച്ചവനെ. അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തുതാ പടച്ചവനെ. നീ അല്ലാതെ പൊറുക്കപ്പെടാൻ ആരുമില്ല റബ്ബേ. അള്ളാഹുവെ നീ അല്ലാതെ കരുണ ചെയ്യാൻ ആരുമില്ല പടച്ചവനെ. ഞങ്ങളോട് പൊരുത്തം തരണേ പടച്ചവനെ. ഞങ്ങളുടെ തെറ്റുകളുടെ പേരിൽ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ അയ്ബാക്കല്ലേ പടച്ചവനെ. എല്ലാ അയ്ബുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്ന് സഹായിക്കണേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളെ നീ പരിപൂർണമായി സംരക്ഷണം നൽകണേ അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വീടുകൾക്കും നാടുകൾക്കും നീ സംരക്ഷണം നൽകണേ അള്ളാഹ്. ഞങ്ങളുടെ യാത്രകളിലെ വാഹനങ്ങളിൽ നീ സംരക്ഷണം നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ സ്കൂളുകളിൽ ഞങ്ങളുടെ മക്കൾക്കും നീ പരിപൂർണമായ സംരക്ഷണം നൽകണേ അള്ളാഹ്. എല്ലാ വിപത്തുകളെ കൊണ്ട് നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. എല്ലാ അത്യാഹിതങ്ങളെ കൊണ്ട് രക്ഷിക്കണേ പടച്ചവനെ. അള്ളാഹുവെ പെട്ടെന്ന് കൊടുങ്ങനെ സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. ഈമാനില്ലാത്ത മരണത്തിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. അള്ളാഹുവെ അശുദ്ധിയോടെയുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. തെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മരണത്തിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണേ പടച്ചവനെ. തൗബയോടുകൂടി മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളുടെ അമലുകളെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ വയനാട്ടിൽ നിന്ന് നിന്റെ ദർബാറിലേക്ക് വന്ന ശുഹദാക്കൾ അല്ലാഹുവേ നീ അവരെ ഏറ്റെടുത്ത് സഹായിക്കണേ പടച്ചവനെ. അവരെത്ര വലിയ തെറ്റ് ചെയ്താലും ചെറു ചെയ്താലും അവരുടെ ആ പീഡനത്തിന്റെ വേദനയുടെ പേരിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ദുനിയാവിൽ ജീവിച്ചതിനേക്കാൾ സുഖ സൗകര്യത്തോടു കൂടി സ്വർഗത്തിൽ അല്ലാഹുവേ അമ്പിയാക്കളെ ഔലിയാക്കളെ സാലിഹീങ്ങളോടൊപ്പം സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അവരുടെ മക്കളെയും ചെറുമക്കളെയും മരുമക്കളെയും കൂട്ടുകുടുംബാദികളെയും നീ ഒരുമിപ്പിക്കണേ പടച്ചവനെ. സ്വർഗത്തിൽ സന്തോഷത്തോട് കഴിയാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഫലസ്തീന്റെ മക്കളെ നീ സഹായിക്കണേ അല്ലാഹ്. അവിടുത്തെ മക്കളെ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ സ്വർഗത്തിൽ നല്ല നല്ല ഭക്ഷണങ്ങളുമായി ചുറ്റിത്തിരിക്കുന്ന എന്ന് പറയുന്ന ആ മക്കളിൽ നീ പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ അവർക്ക് ഉന്നതമായ കൂലി കൊടുക്കണേ പടച്ചവനെ. അവിടെ ആശുപത്രികളിലും പരിക്കുകളോടുകൂടി വീടുകളിലും ഒക്കെ കഴിയുന്നവർക്ക് പൂർണ്ണമായ സംരക്ഷണം നീ നൽകണേ അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആ സംഘർഷം നീ അവസാനിപ്പിക്കണേ പടച്ചവനെ. അഹങ്കാരികളെയും തമ്മാടികളെയും കൈകൾ നീ പിടിച്ചു കെട്ടണേ പടച്ചവനെ. ലോകത്ത് നീ സമാധാനം കൊടുക്കണേ പടച്ചവനെ. സന്തോഷം കൊടുക്കണേ പടച്ചവനെ. സമാധാനത്തോടുകൂടി നിന്റെ പള്ളിയിൽ നമസ്കരിക്കാനുള്ള തൗഫീഖ് ഭാഗ്യം പടച്ചവനെ. ഈമാനോട് നമസ്കരിക്കാനുള്ള ഭാഗ്യം പടച്ചവനെ. നിർഭയത്വം നീ നൽകണേ പടച്ചവനെ. റിസ്ഖിൽ മുടക്ക് വരുത്തല്ലേ പടച്ചവനെ. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണം, അപകടങ്ങൾ, അപകട മരണങ്ങൾ, അറ്റാക്ക്, സൈലന്റ് അറ്റാക്ക് നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മരണപ്പെട്ടവർക്കെല്ലാം പുറത്തു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടവർ, ഇന്ന് മരണപ്പെട്ട സഹോദരി, അല്ലാഹു എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. മഗ്ഫിറത്ത് നൽകണേ പടച്ചവനെ. ഈ ദുആ നീ സ്വീകരിക്കണേ പടച്ചവനെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.